ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ +1 മാത്സ് എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കുറച്ച് ടഫായിട്ടാണ് ഫീൽ ചെയ്തത്. എന്താ പറയില്ലേ, ചില ക്വസ്റ്റ്യൻസെല്ലാം എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ടായിട്ട്, പിന്നെ കിട്ടാനും കുറച്ച് പണിയെടുത്തിന്. പിന്നെ പകുതി കിട്ടും ബാക്കി കിട്ടൂല, അങ്ങനത്തെ അവസ്ഥയും ഉണ്ടായിന്. പിന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന് ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കറക്റ്റ് ഉത്തരം തന്നെ കിട്ടീന്. പിന്നെ ബാക്കിയെല്ലാം എനിക്ക് എന്താ പറയുക, ഈ ഒരു സാധനം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു സമ്മെല്ലാം കണ്ടുപിടിക്കേണ്ടത് കുറച്ച് കൂടി ഒരു ടഫായിട്ട് എനിക്ക് തോന്നി, പക്ഷെ എന്തായാലും ഉത്തരം കിട്ടീനി. പക്ഷേ എന്നാലും സാധാരണ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ലെവൽ കൂടിയ പോലെ എനിക്ക് തോന്നി. കാരണം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എങ്ങനെയും എന്നിലേക്ക് അങ്ങ് എത്തുന്നില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിനി. പിന്നെ ചെയ്തതിന് പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതാണ് ഒരു പ്രശ്നം. എഴുതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട്. പൊതുവേ എനിക്ക് മാത്സിന് അത് ഉണ്ടാവാറുണ്ട്, എന്നാലും ഇത് നോക്കാം, ഇനി റിസൾട്ട് വരുമ്പം നോക്കാം. ഇപ്പം ആൻസർ കീ വന്നാലേ പറയാൻ പറ്റുള്ളൂ എത്ര എണ്ണം ശരിയുണ്ട് എത്ര എണ്ണം ശരിയില്ല എന്നൊക്കെ. ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ, ഗൂഗിള് ChatGPT നോക്കുമ്പം ഏതൊക്കെയോ ആൻസർ ശരിയുണ്ട്, പിന്നെ തെറ്റുമെല്ലാം ഉണ്ട്. പക്ഷേ ഒഫീഷ്യൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ വൃത്തി നോക്കാം, അപ്പം എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എത്ര മാർക്ക് ഉണ്ടാവുമെന്ന്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ. അപ്പം വെക്കേഷൻ ആയാലും അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ. അപ്പം ബൈ.